ന്യൂസ് വൺ മോർണിംഗ് മുഖത്തിൽ ഇന്ന് അതിഥിയായിത്തിരിക്കുന്നത് പ്രതിച്ഛായ മാറ്റി വന്ന പുതുമുഖ യുവ നടനാണ്. യുവ നടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് നിയാസ് ബക്കർ. സ്വാഗതം ന്യൂസ് വൺ മോർണിംഗിലേക്ക്. ആദ്യം തന്നെ നമുക്ക് മഞ്ഞയുടെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നത്. കാരണം മഞ്ഞ നിയാസിന്റെ പ്രതിച്ഛായ ആകെ മാറ്റിയൊരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ഥിരമായിട്ട് കോമഡി വേഷം ചെയ്തിട്ട് അതിൽ നിന്ന് മാറി എന്താണ് മഞ്ഞയുടെ റെസ്പോൺസ്? മഞ്ഞ കോമഡി ചിത്രം തന്നെയാണ് കേട്ടോ. കോമഡി ആണെങ്കിൽ പോലും അതിൽ മനോഹരമായിട്ടുള്ള ഒരു ത്രെഡ് പറയുന്നുണ്ട്. സിനിമ തന്നെയാണ് അത് പ്രതിപാദിക്കുന്നത്, സിനിമയെക്കുറിച്ച് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. സിനിമ ഇപ്പോൾ മഞ്ഞയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് തിയേറ്ററുകളുടെ അഭാവം നല്ലോണം ഉണ്ട്. തിയേറ്ററുകൾ കിട്ടാത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ തിയേറ്ററുകൾ കിട്ടുന്നില്ല. കാരണം ഈ കഴിഞ്ഞ വീക്കിൽ ശരിക്കും ഒരു 5 മലയാള സിനിമകൾ റിലീസായിരുന്നു. തിയേറ്ററുകൾ പൊതുവെ അതിൻ്റെ ഒരുപാട് സിനിമകൾ റിലീസാവുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കൂട്ടത്തിൽ നമുക്ക് എന്തോ മഞ്ഞയ്ക്ക് അത്ര ഒരു പൊതുവേ തിയേറ്ററുകൾ കിട്ടണമെങ്കിൽ കുറച്ച് റെസ്പോൺസ് എടുത്തിട്ടൊക്കെ അത് എന്താണെന്നറിയില്ല. ഈ ആഴ്ച മുതൽ കുറച്ചും കൂടിയൊക്കെ അഭിപ്രായത്തിന് ശേഷം കുറച്ചും കൂടിയൊക്കെ തിയേറ്ററുകൾ ജാക്സൺ ചമ്പക്കരയ്ക്ക് കേരളത്തിലൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേര് വിളിച്ച അഭിപ്രായങ്ങൾ സിനിമയെക്കുറിച്ചും പറയുന്നുണ്ട്, ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നിയാസ് നേരത്തെ തുടക്കത്തിൽ അപർണ പറഞ്ഞു, പ്രതിച്ഛായയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു നടനെ നമ്മളൊരു പ്രതിച്ഛായയിൽ തളച്ചിടാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇതാരാണ് ഈ നടൻ്റെ പ്രതിച്ഛായ തീരുമാനിക്കുന്നത്? വില്ലൻ വേഷങ്ങൾ ചെയ്യാം, കോമഡി ചെയ്യാം. ഒരു നടനിൽ എല്ലാം ഉണ്ട്, എല്ലാ അംശങ്ങളുണ്ട്, എല്ലാം ഒരു നടൻ കൈകാര്യം ചെയ്യണം. ഇതൊരു പുതിയ അവസരം വന്നിരിക്കുകയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷേ ആരാണ് ഒരു നടനെ ഒരു പ്രതിച്ഛായയിൽ തളച്ചിടുന്നത്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാം. നടനെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ചെയ്യുന്ന നടൻ എന്ന് പറഞ്ഞിട്ടൊരു നടനില്ല. കോമഡി ചെയ്യുന്നൊരു നടൻ, സീരിയസ് റോൾ ചെയ്യുന്നൊരു നടൻ, അങ്ങനെ ഒരു നടനില്ല. എല്ലാ നടൻ എന്ന് പറഞ്ഞാൽ അഭിനയം അറിയാവുന്ന എല്ലാ ആളുകൾക്കും എല്ലാ വികാരങ്ങളും എല്ലാ ഇതിലുള്ള സംഭവം ചെയ്യാൻ കഴിയണം. അപ്പോഴേ ഒരു നടനാവുന്നുള്ളൂ. പിന്നെ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇപ്പോൾ സീരിയസ് റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും മനോഹരമാവുന്നത് ആര് ചെയ്യുമ്പോഴാണ്. ഇവിടെയാണ് നമ്മൾ ശരി കാറ്റഗറി ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഹ്യൂമർ ചെയ്യുമ്പോൾ ഈ ഹ്യൂമർ എന്ന് പറഞ്ഞത് പൊതുവെ ഇത്തിരി റിസ്ക് ഉള്ളൊരു കാര്യം തന്നെ. അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അത്ര അങ്ങോട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ചില നടന്മാർക്ക്, നല്ല കഴിവുള്ള നടന്മാർക്ക് തന്നെ ചില വേഷങ്ങൾ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ചില നടന്മാർക്ക് തന്നെ കോമഡി ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ കോമഡി നടന്മാർ മാറി നിൽക്കുന്നത്. കാരണം അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സീരിയസ് റോൾ, ഒരു സംഭവം കൈകാര്യം ചെയ്തിട്ട് ഒരാൾ കരഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരു ഹ്യൂമർ പറഞ്ഞിട്ട് ഒരാൾ ചിരിച്ചില്ലെങ്കിലുള്ള അവസ്ഥ ഭയങ്കര ഭീകരമാണ്. അതായത് മലയാളത്തിലെ പല കോമഡി താരങ്ങൾ, അതായത് കോമഡി താരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജഗദീഷ് കുമാർ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അഭിനയത്തിലെ ഏറ്റവും പ്രയാസം ഹാസ്യം അവതരിപ്പിക്കാനാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അത് ഫലിച്ചിട്ടില്ലെങ്കിൽ പോയി പ്രയാസം എല്ലാ റോളുകൾ കൈകാര്യം ചെയ്യാനും പ്രയാസം തന്നെയാണ്. കാരണം അത് അത്ര നമ്മുടെ കയ്യിൽ ഭദ്രമല്ലെങ്കിൽ ചിലപ്പോൾ എത്ര വലിയ നടനാണെങ്കിലും ഒരു പക്ഷേ പാളിപ്പോവും. അത് എല്ലാത്തിനും ആ റിസ്ക് ഉണ്ട് ഏത് വേഷം ചെയ്യാനും. പക്ഷേ ഹ്യൂമർ ഫലിപ്പിക്കുക എന്നുള്ളത് ഇത്തിരി റിസ്ക് ഉള്ള കാര്യം. കാരണം സിറ്റുവേഷൻ ഹ്യൂമർ, ആക്ഷൻ ഹ്യൂമർ, ഡയലോഗ് കോമഡി ഹ്യൂമർ, അങ്ങനെ പല കാറ്റഗറിയിലുണ്ട് ഈ സാധനം. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ രീതിയിൽ ഹ്യൂമർ വരാറുണ്ട്. ചിലപ്പോൾ വെറുതെ ഒരു നോട്ടത്തിലൊക്കെ ഹ്യൂമർ ഫീൽ ചെയ്യാറുണ്ട്. നമുക്കിതിന് മുൻപ് നമുക്ക് കണ്ടിട്ടുള്ള നമ്മുടെ കോമഡി താരങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടൊക്കെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഒരു പഴയ പൊന്മുട്ടി കിടന്ന താറാവ് എന്നുള്ള ചിത്രത്തിൽ മാംകോയ, നമ്മുടെ കോഴിക്കോടിൻ്റെ താരം മാംക, ഇതേപോലെ ഒരു മരണം നടക്കുമ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ മരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ മരണ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. പുള്ളി വെറുതെ നിൽക്കുന്നേ ഉള്ളൂ. ആളുകളൊക്കെ കടന്നു പോകുമ്പോൾ അവരൊക്കെ നോക്കി ഇങ്ങനെ വളരെ ദയനീയമായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ ചിരി വരും. അത് സത്യത്തിലൊന്നും പറയുന്നില്ല, വെറുതെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു നടൻ്റെ നിൽപ്പിൽ പോലും ഹ്യൂമർ ഫീൽ ചെയ്യിക്കാൻ പറ്റുമെന്ന് കാണിച്ചിട്ടുള്ളവരാണ് അവരൊക്കെ. പക്ഷെ സംവിധായകൻ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്, ഒരു നടൻ, ഒരു വില്ലൻ വേഷം ചെയ്യുന്ന നടൻ കോമഡിയിലേക്ക് മാറുന്നു, ഇയാൾ കോമഡി ചെയ്യാം, അല്ലെങ്കിൽ ആ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇയാളെ നായകനാക്കാം എന്നുള്ളത്. അത് സംവിധായകനുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് ശരിക്കും സംവിധായകർക്കും വേണ്ടത്. തീർച്ചയായിട്ടും അതൊരു ഭയങ്കര കണ്ടെത്തൽ തന്നെയാണ്. ഇപ്പോൾ ബാബു ആന്റണി എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ ശരിക്കും എന്തെന്നാ പറയുക,
പുള്ളി ഭയങ്കര ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു ഇതാണ്. പക്ഷേ ഭരതൻ സാറ് വൈശാലി എന്നുള്ള പടത്തിൽ കൊടുത്ത വേഷം എന്താ വളരെ മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. അതൊരു ശരിക്കൊരു ഡയറക്ടറിൻ്റെ ഒരു തെരഞ്ഞെടുക്കൽ തന്നെയാണ്. അതിനുള്ള കഴിവ് ഡയറക്ടേഴ്സിന് ഉണ്ടാവുക തന്നെ വേണം. അപ്പൊ അങ്ങനെയാണ് ഈ മഞ്ഞയിലേക്ക് എത്തുന്നത്. മഞ്ഞ എന്ന സിനിമയിലേക്ക് ആ ഒരു തിരിച്ചറിവാണ് മഞ്ഞ എന്നുള്ള സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. അതെ, മഞ്ഞ ബിജോയ് ഉർമിസ് എന്ന് പറയുന്ന പുതിയ സംവിധായകനാണ്. ആള് സംവിധാന രംഗത്ത് പുതിയതാണെങ്കിലും ഈ സിനിമയുടെ പുറകിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആള് ഗ്രാഫിക് ഡിസൈനറാണ്, എഡിറ്ററാണ്. അദ്ദേഹം മറ്റേ നമ്മുടെ ലാൽ മീഡിയ എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടില്ല. മൈ ബോസ് എന്നുള്ള ചിത്രം 2020 എന്നുള്ള സിനിമകൾക്കൊക്കെ ഗ്രാഫിക് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ സംവിധാന രംഗത്ത് മഞ്ഞയോടുകൂടെയാണ് ആൾ എൻട്രി ചെയ്യണത്. മഞ്ഞയെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നിയാസിനോട് സംസാരിച്ചിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഹാസ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ചിത്രം ഹാസ്യമാണോ സീരിയസ് ആണോ എന്നുള്ളതിനേക്കാൾ ഉപരി ആ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. ആ വിഷയത്തിനെ കുറിച്ച് മഞ്ഞയെക്കുറിച്ച് വിജയ് ആദ്യം തന്നെ നിയാസിനോട് സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു പ്രധാന കഥാപാത്രം ചെയ്യാൻ തയ്യാറാവില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ നായകവേഷം എന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് ചിരിയാ വന്നത്. കാരണം എന്തുദ്ദേശത്തിലാണ് ഇദ്ദേഹം, നമുക്ക് അങ്ങനെ പറയത്തക്ക ഒരു ബാനറുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വെച്ചൊരു നായക വേഷം ചെയ്യാനായിട്ടൊരു ഡയറക്ടർ വരിക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ അന്വേഷിക്കണമല്ലോ. ഞാൻ പറഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞതാണ്, ഇവിടെ സ്റ്റാർ വാല്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജാക്സൺ കമ്പക്കര എന്ന് പറയുന്ന കഥാപാത്രത്തിന് പറ്റിയ ഒരു സ്ട്രക്ചറും അത്യാവശ്യം ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു നടനുമായിരിക്കണം. കൂട്ടത്തിൽ ഇതിൽ അഭിനയത്തിൻ്റെ ഇതിൽ തന്നെ വളരെ നാച്ചുറലായിട്ടും മെലോഡ്രാമ സ്റ്റൈലിലും ആക്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു, പിന്നെ കുറച്ച് സ്റ്റേജ് എക്സ്പീരിയൻസും ഉള്ളതായിരിക്കണം. അത്തരം ചില രംഗങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ കഥാപാത്രത്തിന് തീർച്ചയായിട്ടും അല്ല, അത് എന്താണെന്ന് വെച്ചാൽ ഈ ബിജോയ് വളരെ വ്യക്തമായിട്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ജാക്സൺ കമ്പക്കര ശരിക്കും കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അയാളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എക്സ്പ്രഷനൊക്കെ അങ്ങനെയാവും ഇയാളുടെ. ഈ ബിജോയ് പറഞ്ഞു തരാൻ പുള്ളിയുടെ ചലനങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ തന്നെ ഈ ജാക്സൺ കമ്പക്കരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അത്രയും മനോഹരമായിട്ട് പുള്ളി അത് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ എനിക്കത് നന്നാക്കാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. യാസിനും ശരിക്കും അതൊരു വെല്ലുവിളിയായിരുന്നു. കാര്യം അതിൽ നിന്ന് ഒരു മാറ്റം, ഹ്യൂമർ അല്ലാത്ത ചില സൈഡിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ടെൻഷൻ, കാരണം അത് എങ്ങനെ ഫലിക്കും എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അവിടെ എനിക്ക് ബിജോയുടെ ഈ ഒരു ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ബിജോയ് അത്രയും അതിനെ ആ ക്യാരക്ടറിന് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് പുള്ളി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ തിയേറ്ററിലെത്തി, ആളുകൾ കണ്ടു തുടങ്ങി. എങ്ങനെയാണ് കൂടെയുള്ളവർ, സുഹൃത്തുക്കളായാലും ഈ ഫീൽഡിലുള്ള മറ്റാളുകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? എല്ലാവരും ഇപ്പോൾ ജാക്സൺ കമ്പക്കരയെ ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ള ഒരുപാട് മെസ്സേജുകളും ഇതുപോലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഞ്ഞയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ആഴ്ചയിൽ 5-10 വെച്ചിട്ട് സിനിമകൾ ഇറങ്ങുന്ന സമയമാണ്. പക്ഷേ മഞ്ഞയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം മഞ്ഞ എന്നുള്ള സിനിമ സാധാരണ നമ്മളൊരു കുടുംബകഥയാണെങ്കിലും അതിൽ അങ്ങനെ പറയുന്ന ഒരു സ്ഥിരം ഒരു റൂട്ടിൽ നിന്ന് മാറി സിനിമയെ ബേസ് ചെയ്തിട്ടും സിനിമകൾ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരാളെ കരിവാരി തേക്കാതെ തന്നെ സമകാലീന സിനിമയെക്കുറിച്ചിട്ടും സിനിമ എന്ന മാധ്യമം പ്രേക്ഷകരിലേക്ക് എത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് മഞ്ഞ. അത് ഹ്യൂമറിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മഞ്ഞയുടെ ഒരു പരിധി വരെയുള്ള വിജയം. അത് ഈ ജാക്സൺ സീരിയസ് ആയിട്ടുള്ള ഒരു കഥയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമായിരുന്ന ഒരു ത്രെഡാണ് തോന്നുന്നു മഞ്ഞയിൽ. അത് അതിന്റെ ഒരു സീരിയസ് ഏരിയ അങ്ങനെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. അത് ആളുകളിലേക്ക് എത്തണമെങ്കിൽ പക്ഷെ നമ്മൾ രസിപ്പിച്ച് പറഞ്ഞാലേ ആളുകൾ അത് സ്വീകരിക്കുള്ളൂ. ഇപ്പോൾ ഏതൊരു വിഷയമാണെങ്കിലും നമ്മളിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങും. അപ്പോൾ ഇത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൊരു തന്ത്രം ഈ ജാക്സൺ കമ്പക്കര എന്ന് പറയുന്ന ഈ ക്യാരക്ടറിലൂടെ, അയാളുടെ സിനിമാ കാഴ്ചകളിലൂടെ, അയാളുടെ മോഹത്തിലൂടെയാണ് ശരിക്കും ഈ സിനിമകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇയാളിലുള്ള അബദ്ധങ്ങളൊക്കെയാണ് ഫുൾ സിനിമയുടെ വേറൊരു ഏരിയ ഹ്യൂമറായിട്ട് ഫീൽ ചെയ്യുന്നത്. അതിലൂടെ സീരിയസ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ച് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഈ ക്യാരക്ടറിലൂടെ.
നിയാസിന് നമുക്കറിയാം, നേരത്തെ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കലാപാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് നിയാസിൻ്റേത്. അപ്പോൾ ആ ഒരു കാലഘട്ടം, അതായത് തുടക്കം കലയുടെ ഏത് രീതിയിലായാലും സ്കൂൾ കാലഘട്ടത്തിലായിരിക്കാം, എങ്ങനെയായിരുന്നു അന്നത്തെ കാലം? പിന്നെ ആദ്യമായൊരു സിനിമയിലേക്ക് ആദ്യമായിട്ടൊരു അവസരം കിട്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും. ഈ കലാരംഗത്തേക്ക് കടന്നു വരും ഒന്ന് ഫാദർ അബൂബക്കർ അറിയാലോ. അപ്പോൾ ആള് ഒരു പഴയകാല നാടക ആർട്ടിസ്റ്റാണ്, ഡ്രാമയായിരുന്നു. തിലഞ്ചേട്ടനും വാപ്പയൊക്കെ ഒരുപാട് കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. ചങ്ങനാശ്ശേരി ഗീത എന്ന് പറഞ്ഞ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിലൊക്കെ ആയിരുന്നു ഫാദർ വർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ കലാപരമായിട്ടുള്ള അതിനോടൊരു എതിർപ്പോ കാര്യങ്ങളൊന്നും, അതൊരു വലിയ കാര്യമാണ്. അപ്പം നമുക്ക് കടന്നു വരുന്ന സമയത്ത് വീട്ടിൽ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് അതുണ്ടായിരുന്നു എനിക്ക്. രണ്ട്, ഉമ്മ ഭയങ്കരമായിട്ട്, ഉമ്മ ഈ ഒരു ഏരിയയിലല്ല, ഉമ്മ ഫുൾ ടൈം നമസ്കാരവും കാര്യങ്ങളും പ്രയറൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ യുവജനോത്സവത്തിന് ഞങ്ങൾ കുടുംബമടക്കം, അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു, ചോറൊക്കെ പൊതിഞ്ഞ് ഇലയിലൊക്കെ ചോറൊക്കെ പൊതിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അന്ന് ഫുള്ള് ഞങ്ങൾ സ്കൂളിലാണ് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് അയൽവക്കക്കാരടക്കം ഉണ്ടാവും. അപ്പം നമ്മൾ പെർഫോം ചെയ്യുന്നത് കാണുക എന്നുള്ള ഉപരി അതൊരു ഉത്സവമായിരുന്നു. അത് ശരിക്കും ഉത്സവം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ പഠിക്കുന്ന സമയത്തുള്ള. ഇന്നത്തെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് വളരെ വ്യത്യാസം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. പിന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ചെറുപ്പം മുതലേ ആളുകൾ എന്തോ നമ്മളെ അവൻ ചെയ്താൽ നന്നാവും, അവനെ ചെയ്യിച്ചോ അബൂബക്കറിൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സപ്പോർട്ടിങ്. അപ്പോൾ മാനസികമായിട്ട് നമുക്ക് ഇതിലേക്ക് വരാൻ കുറച്ചും കൂടി നല്ല സാധ്യതകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തുടക്ക കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതിനോടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ജീനിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ. അതുകൂടാതെ പിന്നെ സിനിമയിലേക്ക് വന്നത് ഈ പറഞ്ഞ പോലെ വാപ്പയുടെ കൂടെ ഞാൻ ആദ്യം പോയിരുന്നു. ഇങ്ങനെ സിനിമ വാപ്പ പോകുമ്പോൾ കൂടെ എന്നുള്ള നിലയ്ക്ക് വെറുതെ ഇടയ്ക്ക് ലൊക്കേഷനിലേക്ക് പോയിരുന്നു. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ബന്ധങ്ങൾ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കുറേ പേർക്ക് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് നമ്മൾ തല കാണിക്കുന്നത് ഭരതൻ സാറിൻ്റെ. എനിക്ക് ഏറ്റവും ഇപ്പോഴും ഞാൻ മനസ്സിലെപ്പോഴും വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം, ഭരതൻ സാറിൻ്റെ പടത്തിലാണ് ആദ്യം ഞാൻ എൻ്റർ ചെയ്തത് എന്നുള്ളതാണ്. വെങ്കലം എന്നുള്ള സിനിമ എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല, ഇങ്ങനെ ഇരിക്കുക. അതിലൊരു ക്ലോസപ്പ് സീനൊക്കെ കിട്ടി, ഭയങ്കര സന്തോഷമായി സത്യത്തിൽ. അന്ന് തിയേറ്ററിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും കൊണ്ടൊക്കെ ഞാൻ പോയത് കാണാൻ. അത് മനോജ് കെ ജയനായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീനായിരുന്നു. അതാണ് ഫസ്റ്റ് എനിക്ക് മുഖം കാണിക്കാനുള്ളൊരു അവസരം ലഭിച്ചത്. പിന്നീട് സുന്ദർദാസ് സാറിൻ്റെ കുടമാറ്റം എന്നുള്ള പടത്തിന്, അതൊക്കെ എനിക്ക് എന്നെ സ്ക്രീനിൽ കണ്ട് പഠിക്കാനുള്ള അവസരങ്ങളായിരുന്നു. ഞാൻ ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങളായിരുന്നു. അതൊക്കെ കൊച്ചു എന്നെ അറിയില്ല, ആർക്കും അറിയാത്ത ഒരു സമയം, ആരും ശ്രദ്ധിക്കൂല. ആ സമയത്ത് എനിക്ക് എന്നെ ശ്രദ്ധിക്കാനുള്ളൊരു അവസരം കിട്ടി, കാരണം ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത്. പിന്നീട് എനിക്കൊരു ക്യാരക്ടർ റോള് കിട്ടുന്നത് ഇഷ്ടം എന്നുള്ള പടത്തിലാണ്. ഇഷ്ടത്തിൽ ഈ പറഞ്ഞ മാതിരി സിത്തു പനക്കൽ എന്ന് പറഞ്ഞിട്ട് കൺട്രോളറുണ്ട്. സിത്തു ചേട്ടൻ നമ്മുടെ 7 Arts മോഹൻ ചേട്ടൻ്റെ ഒക്കെ കൂടെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ നൂറ വിത്ത് ലവ് എന്നുള്ള സിനിമ മോഹനേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു വിങ്ങിലുള്ള ആളാണ് സിത്തു പനക്കൽ. പുള്ളിയാണ് എന്നെ വിളിക്കുന്നത്. സിബി സാറിൻ്റെ പടം. സിബ് സാറിനൊക്കെ അറിയാം, ഫാദർ സിബ് സാറിൻ്റെ പടമൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഞാൻ ചെറിയ മോണക്റ്റൊക്കെ ചെയ്യുന്ന പുള്ളിക്ക് കണ്ടു പരിചയമുണ്ട്. അങ്ങനെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നു. കലവൂർ രവികുമാറാണ് സ്ക്രിപ്റ്റ് റൈറ്റർ അതിൻ്റെ. അവരാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു ക്യാരക്ടർ റോള് ധൈര്യപൂർവ്വം ആദ്യം തരുന്നത്. അത് കുഴപ്പമില്ലാതൊന്ന് പച്ച പിടിച്ചപ്പോൾ പിന്നെ അവിടെ മുതലാണ് എനിക്ക് കമൽ സാറ് പിന്നെ ഗ്രാം ഫോൺ എന്നുള്ള പടം തന്നു. അങ്ങനെ പിന്നെ കുറച്ച് ചിത്രങ്ങൾ. ഒപ്പം തന്നെ കലാഭവൻ നവാസിന്റെ ബ്രദറാണെന്നുള്ള ഒരു പരിഗണന അതുകൂടി. നവാസും ഞാനൊക്കെ ഏകദേശം ഒരേ ടൈമിൽ തന്നെ ഇതിലേക്ക് വന്ന ആളാണ്. നവാസ് എൻ്റെ അനുജനാണ്. ഞാനാണ് മോണക്റ്റ് അങ്ങനെ മിമിക്രി രംഗത്ത് ഫസ്റ്റ് ചെയ്തത്. നവാസ് നന്നായിട്ട് മനോഹരമായിട്ട് പാടുമായിരുന്നു. നവാസ് സ്കൂളുകളിൽ അന്ന് ലളിത ചോദിക്കാൻ വരെയായിരുന്നു. നവാസ് പാടുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പാടിയാൽ നിങ്ങളൊക്കെ പാടുപെടും. നവാസ് പാടും. നവാസിന്റെ താഴെ ഒരാളുണ്ട് നിസാമുദ്ദീൻ. അയാളിപ്പോൾ മീഡിയ വണ്ണിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാണ് എറണാകുളത്ത്. അയാളും പാടും മനോഹരമായിട്ട്. എനിക്ക് പാട്ട് എന്തോ ഇവന്മാർ രണ്ടുപേരും നന്നായി പാടുന്നതുകൊണ്ട് എനിക്കൊരു പേടി,
ഇവര് തന്നെ എന്നെ അങ്ങനെ എന്റെ പാട്ട് കെട്ടുപോയതാന്ന് തോന്നുന്നു ഒരു പരിധി വരെ. അവരുടെ പാട്ടുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്താലോ എന്നുള്ളൊരു പേടി. ഭയങ്കര മോശം തന്നെയാണ് എന്റെ പാട്ട്. അപ്പോൾ ആ രംഗത്തേക്ക് അങ്ങനെ വന്നില്ല. നവാസ് ഭയങ്കരമായിട്ട് എന്നെ മിമിക്രി രംഗത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം. കാരണം ആ ഒരു ഏരിയയിൽ എന്നേക്കാൾ മിടുക്കൻ നവാസാണ്. എനിക്ക് അത്ര അങ്ങോട്ട് മിമിക്കിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അയാൾ ആ മേഖലയിൽ എല്ലാ തലങ്ങളിലും ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അതിനുശേഷമാണ് സിനിമയിലേക്ക് നവാസ് വന്നത്. ശരിക്കും സ്റ്റേജ് ഷോയില് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വന്നെങ്കിലും നവാസ് കുറച്ചുകൂടെ നേരത്തെ സിനിമയിലേക്ക് എത്തി, കുറച്ചും കൂടെ ഒരു അതായത് നവാസ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേജ് പെർഫോമർ എന്നുള്ള നിലയ്ക്ക് അനുജനായിട്ട് പറയില്ല, അങ്ങനെ പറയാനൊന്നും തോന്നരുത്. ഞാൻ ശരിക്കും ആരാധിക്കുന്ന കുറച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽപ്പെട്ടൊരാളാണ് നവാസ്. കോട്ടയം നസീർ, നവാസ്, അങ്ങനെ വളരെ ചുരുക്കം കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് നല്ല പെർഫോമൻസ്, എല്ലാ മേഖലയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ. നന്നായി പാടും, നന്നായിട്ട് അനുകരിക്കും, നന്നായിട്ട് ഹ്യൂമർ ചെയ്യും. സിനിമയിലും അതെന്തോ സിനിമയിൽ നവാസ് പിന്നെ കുറച്ചൊക്കെ വിദേശ പ്രോഗ്രാമുകളിലൊക്കെ അങ്ങനെ പെട്ടുപോയതിൻ്റെ ഒരു ഇതുണ്ട്. നവാസ് എന്തായാലും എനിക്ക് നല്ലോണം ഗുണം ചെയ്തിട്ടുള്ള ആൾ എൻ്റെ അനുജൻ തന്നെയാണ് നവാസ്. നിയാസിന് പറഞ്ഞു തീരാത്ത ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടെന്ന് അറിയാം, ചോദിച്ചു തീരാത്ത ഒരുപാട് വിശേഷങ്ങളുണ്ട്, പറയാനും ഉണ്ടെന്ന് അറിയാം. പക്ഷേ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെയധികം നന്ദി ന്യൂസ് വൺ മോർണിംഗിൽ അതിഥിയായി എത്തിയതിന്. ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും മീഡിയകളിലെ എല്ലാ ക്രൂസിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂട്ടത്തിൽ എനിക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ സിനിമ മഞ്ഞ എന്നുള്ള സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്ക് ആസ്വദിക്കാവുന്ന എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയെ വിജയിപ്പിക്കണം.